കൂട്ടുകാരെ, ഇന്നൊരു ബ്രൗണി ആയാലോ. ഞാൻ എടുക്കുന്നത് ബേക്സിൻ്റെ കൊക്കോ പൗഡർ, പിന്നെ ബേക്കിംഗ് പൗഡർ, പിന്നെ വെനില എസൻസ്, 2 എഗ്ഗ്, പിന്നെ ബേക്കിംഗ് സോഡ ഒരു നുള്ള വേണം കേട്ടോ, ഒരു പിഞ്ച് ഉപ്പും വേണം, പിന്നെ അൺസോൾട്ടഡ് ബട്ടർ വേണം, പിന്നെ ഓൾ പർപ്പസ് മൈദ നമുക്ക് ഏത് ഇതെടുത്താലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അത് നമ്മൾ എടുക്കുന്നതിന് മുന്നേ നല്ലോണം അരിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആദ്യം ഷുഗർ പൊടിച്ചെടുക്കുക. നമ്മൾ ബ്രൗണിക്കായാലും കേക്കിനായാലും ഷുഗർ പൊടിച്ചിട്ടോ എടുക്കുക. അപ്പോൾ ഇത് പൊടിച്ചിട്ട് വരാം. പിന്നെ നമുക്ക് അൺസോൾട്ടഡ് ബട്ടറാണ്. പിന്നെ നമ്മൾ മൈദ അരിച്ചെടുക്കുന്നുണ്ട്. ഒരു 3 വട്ടമെങ്കിലും അരിച്ചെടുക്കണം. എത്ര അരിച്ചെടുക്കും അത്ര സോഫ്റ്റായി കിട്ടും. അങ്ങനെ നമ്മളെ പഞ്ചസാര അടിച്ചെടുത്ത് പൗഡർ ബേസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പൗഡർ ആക്കണം. പിന്നെ നമ്മൾ അൺസോൾട്ടഡ് ബട്ടർ ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് മെൽറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. അത് നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഷുഗർ ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്ത് ഈ ഷുഗറെല്ലാം കംപ്ലീറ്റ്ലി എടുത്ത് അതിലിടണം കേട്ടോ. ഷുഗർ പിന്നെ നമുക്ക് ആവശ്യമുള്ള, ഞാനിപ്പോൾ 1/4 കപ്പാണ് എടുത്തത്. അത് ഓരോരുത്തർക്ക് ഓവർ സ്വീറ്റ്നെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 1/3 തന്നെ എടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെനില എസൻസ്, പിന്നെ അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ബട്ടർ മെൽറ്റായിന് ആ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഓയിലൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ബട്ടർ ഇട്ടിട്ടാണ് ഇത് ബ്രൗണീസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ബട്ടറിൻ്റെ ഫ്ലേവർ മാത്രം. പിന്നെ നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് ഭയങ്കര ടൈറ്റാന്ന് തോന്നുന്നതാണെങ്കിൽ നമുക്കൊരു 1/2 ഗ്ലാസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. ഓവർ ടൈറ്റ് ആവരുത് ബാറ്റർ. പിന്നെ നമുക്ക് ഇത്തിരി ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും ഇടുന്നുള്ളൂ. തന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറിലാണ് നമ്മൾ ഒരു കുഞ്ഞ് സ്പൂൺ അങ്ങനെയാണ് ഇടുക. പക്ഷേ ഇതിൽ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതുണ്ട്, ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ബ്രൗണി റെഡി. നമ്മൾ സെറ്റാക്കി വെച്ച് നമ്മളെ മുകളിലേക്ക് അതിട്ട് കൊടുത്ത് നമ്മൾ ഓവൻ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യുക. പ്രീ ഹീറ്റ് ഇന്ന് വരെ നമുക്ക് ഇതെല്ലാം ഇട്ട് സെറ്റാക്കി വെക്കാം കേട്ടോ. അങ്ങനെ ബേക്ക് ചെയ്തെടുത്തു. ജസ്റ്റ് 40 സെക്കൻഡ്സായി വെച്ചോളൂ. അപ്പോൾ ബ്രൗണി സെറ്റായി. ഇഷ്ടപ്പെട്ട നല്ല എമ്മിയായ ബ്രൗണിയാണ്, ചെയ്ത് നോക്കുക.